അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയൊരു കരാർ എപ്പോഴും ഒരു അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും അത് പൊളിയാം. അതൊരു വശത്ത്. കാരണം കരുതി കൂട്ടിക്കൊണ്ട് തന്നെ സയനിസ്റ്റുകൾ അത് പൊളിക്കാൻ ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ്. യുദ്ധത്തിനോട് അനാവശ്യമായ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ചുമ്മാ പാഴാക്കി ചിലവാക്കി കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല. വലിയ ദോഷമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇറാൻ മുമ്പുണ്ടാകാതിരുന്ന ഒരു പ്രാധാന്യവും ശക്തിയും അത് പകർന്നു കൊടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ട്രംപിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇറാൻ്റെ ടീമിനോട് അതിൻ്റെ സംഘാടകർ അമേരിക്കൻ ഭരണാധികാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിൻ്റെ സംഘാടകർ കാട്ടിയിരിക്കുന്ന അങ്ങേയറ്റം വിവേചനപൂർവമായ പെരുമാറ്റം ലോകം മുഴുവൻ കണ്ടതാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ മെച്ചപ്പെട്ട് കളിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട്, അവരുടെ ഗോൾ നിലയും മറ്റ് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ പ്രതിരോധം, അവരുടെ കളിയുടെ ആ മികവ് ഇങ്ങേറ്റം പ്രതികൂലമായൊരു സാഹചര്യത്തിൽ പോലും അത് കഴിഞ്ഞു എന്നുള്ളത് ഒരർത്ഥത്തിൽ അവരുടെ രാജ്യം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോട് മുന്നിട്ട് നിന്നുകൊണ്ട്, എതിരിട്ട് നിന്നുകൊണ്ട് നേടിയ വിജയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് 2 കരാറുകളാണ് ഈ പശ്ചിമേഷ്യൻ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഒന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറ്, മറ്റൊന്ന് ലെബനനും സയനിസ്റ്റ് ഇസ്രയേലും അമേരിക്കൻ മാധ്യസ്ഥതയിൽ നടത്തിയ കരാർ. ഇതിലാദ്യ കരാറ്, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യ ഖണ്ഡികയിൽ തന്നെ ലെബനൻ 3 പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്. എല്ലാ മുന്നണികളിലെയും വെടിനിർത്തലിനെ കുറിച്ചാണ് ആദ്യ ഖണ്ഡിക പറയുന്നത്. അതിൽ വളരെ സ്പഷ്ടമായി തന്നെ ലെബനനും അതിലുൾപ്പെടുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു മുമ്പൊരിക്കൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായതായിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്ന് പിന്നെ അമേരിക്ക അവകാശപ്പെട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല. രേഖാപരമായിട്ട് അമേരിക്കൻ ഭരണാധികാരികളും അതേപോലെ തന്നെ ഇറാനിയൻ ഭരണാധികാരികളും ആ അംഗീകരിച്ച കരാറിൻ്റെ രേഖ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും സയനിസ്റ്റുകൾ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കൊരു കുറവുണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് പിന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുമുണ്ട്, കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ. ഈ രണ്ടാമത്തെ കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇസ്രായേലും അമേരിക്കൻ മാധ്യസ്ഥതയിൽ ലെബനാൻ ഭരണാധികാരികളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് വാസ്തവത്തിൽ അതിൽ പുതുമയൊന്നുമില്ല. ഇതേ വർഷം ഏപ്രിൽ മാസത്തിൽ നടപ്പാക്കിയൊരു കരാറുണ്ടായിരുന്നു. ആ കരാറിൻ്റെ ഏറെക്കുറെ അതൊക്കെ തന്നെ ഉള്ളടക്കം ഇപ്പോഴുള്ളത്. അതായത് ഹിസ്ബുള്ളിയെ നിരായുധീകരിക്കണം. ഇതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അത് നിരായുധീകരിക്കുന്നതോടുകൂടി സയനിസ്റ്റ് പട്ടാളം ലെബനനിൽ നിന്ന് പിൻവാങ്ങും. അപ്പോൾ ഈ നിരായുധീകരണം ആരാണ് നടത്തേണ്ടത്? അത് ലെബനീസ് സൈന്യമാണ് നടത്തേണ്ടത്. അപ്പോൾ സയനിസ്റ്റ് പട്ടാളത്തിനെ കൊണ്ട് കഴിയാതിരുന്നൊരു കാര്യം, അവരിത്രയും നാളായിട്ട് അങ്ങേയറ്റത്തെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളും മറ്റൊക്കെ നടത്തിയിട്ട് പോലും അവർക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയാത്തൊരു കാര്യം. ഹിസ്ബുള്ളിക്കെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവരുടെ തലവനെ കൊന്നതും അതേപോലെ തന്നെ പേജർ ബോംബ് ആക്രമണം നടത്തി നിരവധി ആൾക്കാരെ പരിക്കേൽപ്പിച്ചതും കൊന്നതും ഒക്കെ ഇങ്ങനെയുള്ള പല പല അട്ടിമറികളും അവർ നടത്തിയെങ്കിൽ തന്നെയും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ സയനിസ്റ്റുകളെ ആക്രമിക്കാനായിട്ടും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി തീർക്കാനും ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയനിസ്റ്റ് പട്ടാളമല്ല, ഇനി ലെബനീസ് പട്ടാളമാണ് ഇവരെ നിരായുധീകരിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഈ കരാറിൽ പറയുന്നത്. നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വ്യക്തം. അപ്പോൾ ചുരുക്കത്തിൽ ഹിസ്ബുള്ളിയെ നിരായുധീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് പിന്മാറാൻ കഴിയില്ല, അവർ ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട്, പ്രതിരോധപരമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചാക്രമിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇവർ
സയനിസ്റ്റുകൾ ലെബനനിലുള്ള അവരുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ ഉറപ്പാണ്. അമേരിക്കയായിട്ട് മധ്യസ്ഥയിൽ എന്ത് കരാറുണ്ടാക്കിയാൽ ഇപ്പുറത്ത് വെടിനിർത്തൽ അതും ഉൾപ്പെടുന്ന വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരാറ് അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയൊരു കരാർ എപ്പോഴും ഒരു അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും അത് പൊളിയാം. അതൊരു വശത്ത്, കാരണം കരുതി കൂട്ടിക്കൊണ്ട് തന്നെ സയനിസ്റ്റുകൾ അത് പൊളിക്കാൻ ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ്. മറുവശത്ത് ട്രംപ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ കരാറ് അതേപടി അങ്ങോട്ട് നടപ്പാക്കിയെടുക്കുക എന്നുള്ള അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. കാരണം ആ കരാറിൻ്റെ ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വളരെ വ്യക്തമായിട്ടും അതിൽ പറയുന്നൊരു കാര്യം, ഇരു രാജ്യങ്ങളും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല. ഇപ്പം ഇറാൻ ഏതായാലും അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഇടപെട്ടതിൻ്റെ യാതൊരു അനുഭവമോ ചരിത്രമോ നമ്മുടെ മുമ്പിലില്ല. മറിച്ച് ഇടപെട്ടിരിക്കുന്നത് മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്താണ്. ഇറാനിൽ പണ്ട് കാലം മുതലേ, മൊസഡെക്കിനെ കൊന്നത് കാലം മുതലേ ഇടപെടലുണ്ട്. അപ്പോൾ പക്ഷേ ഇരു രാജ്യങ്ങളും പരസ്പരം പരമാധികാരത്തെ മാനിക്കും, അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഔപചാരികമായിട്ട് രേഖാപരമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വാൻസും ഇറാൻ്റെ പ്രതിനിധികളും ഒപ്പിടുമ്പോൾ ഭരണമാറ്റമാണ് യുദ്ധത്തിൻ്റെ ലക്ഷ്യം, അത് ഞങ്ങൾ നേടിയെടുക്കും, പുതിയൊരു ഭരണം അവിടെ നടപ്പാക്കും, അത് ആരാണ് ഭരിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെയുള്ള ട്രംപിൻ്റെ അഹങ്കാരപൂർവ്വമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വിഴുങ്ങി എന്നാണ് അത് കാണിക്കുന്നത്. ഔപചാരികമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇനി അത് അവർ ലംഘിക്കുകയോ മറ്റൊക്കെ ചെയ്തേക്കാം, അത് വേറെ കാര്യം. പക്ഷേ തൽക്കാലം ഏതായാലും ഔപചാരികമായിട്ട് തങ്ങൾ ആദ്യം പ്രഖ്യാപിച്ച ആ ഒരു യുദ്ധലക്ഷ്യം കൈയൊഴിഞ്ഞു എന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം സമ്മതിക്കുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ കാര്യം ആണവ ഇന്ധനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആണവ ഇന്ധനത്തിനെ സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു, അത് അപകടകരമായ നിലയിൽ എത്തിയിരിക്കുന്നു. ഉടനെ തന്നെ ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അവരെ സൈനികമായിട്ട് ആക്രമിച്ച ആ ശേഖരം നശിപ്പിച്ചില്ലെങ്കിൽ വലിയ അപകടമാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പുകമറ ഉണ്ടാക്കാൻ അവർ നോക്കിയത്. മാത്രമല്ല വെടിനിർത്തലും ഒക്കെ ഒരു ഉപാധിയായിട്ട് ആ ആണവ ഇന്ധനം, അവിടെ ഇറാനിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ആണവ ഇന്ധനം എന്നവർ പറയാൻ തയ്യാറല്ല ട്രംപ്. അതിന് ആണവ പൊടി എന്നാണ് പറയുന്നത്, ന്യൂക്ലിയർ ഡസ്റ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അവർ ബോംബിട്ടൊക്കെ തകർത്തു എന്നുള്ള അവകാശമാണ്. പക്ഷെ അങ്ങനെ തകർന്നിട്ടൊന്നുമില്ല. സമ്പുഷ്ടീകരിച്ച ആ ഇന്ധനം, ആണവ ഇന്ധനം, യുറേനിയം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, സുരക്ഷിതമായി അവിടെ നിൽക്കുന്നു എന്നൊക്കെയാണ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും അതേപോലെ തന്നെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ തന്നെ ഒരു കമ്മിറ്റിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തും ആകട്ടെ, അതിനെ പൂർണ്ണമായിട്ടും ഇറാനിൽ നിന്ന് മാറ്റും, ഒരു പൊടി പോലും അവിടെ വയ്ക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. യുദ്ധലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചൊരു കാര്യം അതായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. ഈ ആണവ സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം അതിൻ്റെ എന്താ പറയുക ഗുണനിലവാരം കുറയ്ക്കും എന്ന് അതിന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു. അത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ആണവ ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരിക്കും ചെയ്യുക. പക്ഷേ ഇറാനെതിരെ അമേരിക്ക നടപ്പാക്കിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുന്ന മുറയ്ക്കായിരിക്കും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാമെന്നല്ല പറയുന്നത്, ഉപരോധങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിന്മാറുന്നതിൻ്റെ പിൻവലിക്കുന്നതിനനുസരിതമായി ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അവിടെ യുദ്ധലക്ഷ്യത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപിത കാര്യം, അതായത് ഈ ആണവ ഇന്ധനം അവിടെ നിന്ന് ബലമായി പിടിച്ചെടുക്കുക എന്ന് പറയുന്ന കാര്യം, അതും അമേരിക്കൻ സാമ്രാജ്യത്വം ഔപചാരികമായി തന്നെ തൽക്കാലം കൈയൊഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് ഈ കരാറിൽ നമ്മൾ കാണുന്നത്. ഇത് അമേരിക്കക്കകത്ത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഭരണവർഗങ്ങൾക്കിടയിൽ ട്രംപിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഇടപെടലും ഇറാൻ നടത്തുന്നുണ്ടായിരുന്നില്ല. അവരുടെ തീരദേശത്തിന് തൊട്ടടുത്താണ് പോകുന്നതെങ്കിലും യുദ്ധം തുടങ്ങിയതോടുകൂടിയാണ് അവരത് കടലിടുക്ക് അടച്ചത്, ഗതാഗതം മുടക്കിയത്. അപ്പോൾ ഇപ്പോഴും വീണ്ടും അത് തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ മേൽനോട്ടത്തിൽ
അവരുടെ ഇടപെടലോടുകൂടി ആയിരിക്കും ഹോർമുസ് കടലിലൂടെ അടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നടത്തുക. അതെങ്ങനെയൊക്കെ ക്രമീകരിക്കണം എന്നുള്ള കാര്യം ഒമാനുമായിട്ട് ആലോചിച്ച് ഇറാൻ തീരുമാനിക്കും. അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. മാത്രമല്ല, ആ തീരുമാനം എടുക്കുമ്പോൾ ഈ കടലെടുക്കേണ്ട തീരദേശത്തുള്ള തീരങ്ങളിലുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയും കൂടി ആയിരിക്കും അത് ചെയ്യുക എന്ന് ഈ കരാറിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ മുമ്പ് ഉണ്ടാകാതിരുന്നൊരു കാര്യം ഇപ്പോൾ ഇറാന് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും വലിയൊരു പരാജയമാണ്. വേണ്ടാത്തൊരു കാര്യത്തിന് പോയി പരാജയമായി എന്നുള്ളത് നാടൻ ഭാഷയിൽ പറഞ്ഞ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭരണവർഗ്ഗങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ട്രംപ് ഭരണത്തിനെതിരെ അടിയാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഈ കരാറ് അതേപടി അങ്ങ് നടപ്പാക്കാതെ അതിനെ ഇടയ്ക്കിടയ്ക്കൊരു ലംഘനമൊക്കെ നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ മാറ്റി എഴുതാനായിട്ട് അതിൻ്റെ ഭാഗത്തൊരു ശ്രമം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടുത്തിടയ്ക്ക് ഈ കരാറൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒമാൻ്റെ തീരത്ത് കൂടി എണ്ണക്കപ്പലുകൾ കടത്തിക്കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തിയത്. ഇറാൻ ഉടനെ തന്നെ അതിനോട് പ്രതികരിച്ചു. അവരാക്രമിച്ചു. തിരിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാനെ ആക്രമിച്ചു. അവർ തിരിച്ച് അങ്ങോട്ട് ആക്രമിച്ചു. അങ്ങനെ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമണം ഉണ്ടായി. പക്ഷേ 2 കൂട്ടരും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടിട്ടില്ല. കാരണം ട്രംപ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ കടലെടുക്കിൻ്റെ പേരിലുള്ള നിയന്ത്രണം കാരണം, അത് അടച്ചുപൂട്ടിയത് കാരണം എണ്ണവില കുത്തനെ കയറി, ലോക സമ്പദ്ഘടന ഇത് ആഗോലിച്ചു. മാത്രമല്ല, അമേരിക്കക്കകത്ത് വിലക്കയറ്റത്തിനും മറ്റുള്ള പല പല പ്രശ്നങ്ങൾക്കും അത് വഴിവെക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാവുന്നൊരു അത്യാവശ്യ കാര്യമാണ്. 60 ദിവസത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ അവസാനമായിട്ടൊരു കരാറിൽ എത്തിച്ചേരാനായിട്ട്. അതുപോലെ ചർച്ച നടത്തുന്നതാണ് പറയുന്നത്. ഒരു പക്ഷേ 60 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാനായിട്ട് ചിലപ്പോൾ ട്രംപ് തയ്യാറായെന്നും വരാം. തള്ളിക്കളഞ്ഞുകൂടാ സാധ്യം. പക്ഷേ 60 ദിവസം എന്ന് പറയുമ്പോൾ 2 മാസമാണ്. 2 മാസം കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് അവിടെ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ചെയ്തില്ല എന്നും വരാം. എന്തും ആകട്ടെ, ഈ സമാധാന കരാറുണ്ടാക്കുകയും കപ്പൽ ഗതാഗതമൊക്കെ വീണ്ടും ആരംഭിക്കുകയും ചെയ്തതോടുകൂടി എണ്ണയുടെ വില കുറഞ്ഞു. എണ്ണ വില കുറഞ്ഞതോടുകൂടി അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് അതിൻ്റെ ലോക സമ്പദ്ഘടന അമേരിക്കൻ സമ്പദ്ഘടന അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായി. പക്ഷെ ആ ആശ്വാസം ഉണ്ടായെങ്കിൽ തന്നെയും അനാവശ്യമായ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ചുമ്മാ പാഴാക്കി ചിലവാക്കി കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല. വലിയ ദോഷമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇറാൻ മുമ്പുണ്ടാകാതിരുന്ന ഒരു പ്രാധാന്യവും ശക്തിയും അത് പകർന്നു കൊടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ട്രംപിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ അടുത്തിടയ്ക്ക് സെനറ്റ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനെ മറികടക്കാനായിട്ട് ട്രംപിന് കഴിയുമെങ്കിലും പ്രതീകാത്മകമായ വലിയൊരു പ്രാധാന്യം ആ പ്രമേയത്തിനുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വശത്തുള്ള കാര്യം. ഇറാൻ 1, അമേരിക്ക 0 എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ആ കളിയിൽ ശരിക്കും അമേരിക്ക തോറ്റു. ഇനി അതിൻ്റെ അപ്പുറം നമ്മൾ കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ നേരത്തെ അമേരിക്കൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്ന പിടി, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ ഉണ്ടായിരുന്ന പിടി, അതിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിരോധം ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന് അനുഭവത്തിലൂടെ അവർ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല, തങ്ങളുടെ സുരക്ഷയേക്കാളേറെ തങ്ങളുടെ രാജ്യത്താണ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ധാരാളം താവളങ്ങളും മറ്റൊക്കെ ഉള്ളതെങ്കിലും, സൈനിക താവളങ്ങളുള്ളതെങ്കിലും തങ്ങളുടെ സുരക്ഷയേക്കാളേറെ സയനിസ്റ്റ് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് ഈ യുദ്ധകാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനുമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ധാരണയിൽ എത്തിച്ചേരാനായിട്ടുള്ള ശ്രമം ഉള്ളിൽ കൂടി ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രമുഖമായിട്ടുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റ് ചില രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ഇടപെടലോടുകൂടി പാകിസ്ഥാൻ്റെ മറ്റൊക്കെ ഇടപെടലോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് പല വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അവിടെയുള്ളൊരു പിടി പണ്ടത്തെ പോലെ ആ പിടി ഇല്ല എന്ന്, അത് അയഞ്ഞിരിക്കുന്നു, ദുർബലമായിരിക്കുക. ഇതാണ് യുദ്ധം കൊണ്ടുണ്ടായ ഒരു പ്രധാന പ്രശ്നം.
ഈ ഇസ്രായേലുമായിട്ടുള്ള സയനിസ്റ്റ് ഇസ്രായേലുമായിട്ടുള്ള ഒരു സൗഹാർദ്ദ ബന്ധങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ തീവ്രമായ ശ്രമം ഉണ്ടായിരുന്നു. അബ്രഹാം അക്കോർഡൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നടപ്പാക്കിയതാണ്. അതിനുവേണ്ടി നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ജോർഡാൻ പോലെയുള്ള രാജ്യങ്ങൾ പോലും വളരെ വ്യക്തമായിട്ടും പലസ്തീൻ രാജ്യത്തിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം, അതും 1967 അതിർത്തികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പാലസ്തീൻ രാജ്യത്തെ സയനിസ്റ്റ് രാജ്യം അംഗീകരിക്കാത്തിടത്തോളം കാലം ഇസ്രയേലുമായിട്ട് സൗഹൃദ ബന്ധങ്ങൾ, സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുക സാധ്യമല്ല. ഈ പ്രദേശത്ത് സമാധാനം ഉണ്ടാവുക സാധ്യമല്ല. അനാവശ്യമായിട്ട് യുദ്ധങ്ങൾ കുത്തിപ്പൊക്കുകയും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് സയനിസ്റ്റ് ഇസ്രായേലാണ്. അതുകൊണ്ട് പിൻവാങ്ങാതെ ഈ കാര്യങ്ങൾ നടപ്പാക്കാതെ ഈ പറയുന്ന തരത്തിൽ സൗഹാർദ്ദ ബന്ധങ്ങൾ സാധ്യമല്ല എന്ന് തുറന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് യുദ്ധം കൊണ്ടുണ്ടായ മറ്റൊരു വലിയൊരു ഫലം. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം, ട്രംപ് ഭരണം വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വേറൊരു കാര്യമുണ്ട്. അത് നേറ്റോവിനെ വല്ലാതെ വലച്ചിട്ടുണ്ട്. കാരണം നേറ്റോവിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ ഇവരാരും വന്നില്ല, അതുകൊണ്ട് ഞങ്ങളും അവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാമ്രാജ്യത്വ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നാറ്റോൻ്റെ ഭാവി അവസ്ഥയെ ബാധിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ പഴയ തരത്തിലുള്ളൊരു കെട്ടുറപ്പോട് കൂടി അതിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും, ഈ രണ്ട് സാമ്രാജ്യത്വ രാജ്യങ്ങളും ഇതിൻ്റെ മൊത്തത്തിൽ നിന്ന് അതിൻ്റെ ഒരു മുതലെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, യുദ്ധകാലത്ത് എണ്ണയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോൾ, എണ്ണവില കുതിച്ച് കയറിയപ്പോൾ റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് മേലെ അമേരിക്കൻ സാമ്രാജ്യത്തെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളൊക്കെ തന്നെ മരവിപ്പിച്ചിരിക്കുകയുണ്ടായി. അതിൻ്റെ നല്ലൊരു നേട്ടം റഷ്യൻ സാമ്രാജ്യത്തിനുണ്ടായി. മറുവശത്ത് ഈ ഇറാൻ ഇതിനെ ചെറുത്ത് നിൽക്കുന്ന കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും രംഗത്തിറങ്ങിയില്ല എങ്കിലും വളരെ വ്യക്തമായിട്ടും അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ സൈനികമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളിൽ അതിൽ വലിയൊരു പങ്കുണ്ട്. അത് ട്രംപ് ഭരണം തന്നെ അത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ചൈനീസ് സാറ്റലൈറ്റുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് ഇറാന് വളരെ കൃത്യമായിട്ട് തന്നെ മിസൈലുകൾ തൊടുത്തു വിടാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഉടനെ ചാടിക്കയറി ചില അമേരിക്കൻ, ചൈനീസ് കമ്പനികളുടെ പേരിൽ ഉപരോധം പ്രഖ്യാപിച്ചു. പക്ഷേ ചൈനീസ് ഭരണകൂടം അതിന് വഴങ്ങാനില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും അതിന് പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ശരി, രംഗത്തിൻ്റെ പുറകിൽ നിന്നിട്ടാണ് ഈ രണ്ട് സാമ്രാജ്യത്വ ശക്തികളും ശക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മത്സരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ അതേസമയം തന്നെ നേർക്ക് നേർ ഏറ്റുമുട്ടാനായിട്ട് തൽക്കാലം ഒരു സാമ്രാജ്യത്വ ശക്തിയും സന്നദ്ധമല്ല. അതാണ് നമുക്ക് ഈ പൊതു അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു പ്രധാന ഘടകമുള്ളത് അവരുടെ രാജ്യങ്ങൾക്കകത്ത് തന്നെയുള്ള അവസ്ഥയാണ്. അത്ര മെച്ചപ്പെട്ടൊരവസ്ഥയല്ല അവരുടെ സമ്പദ്ഘടനകൾ. ഒന്ന്, അത് ചൈനയുടെ കാര്യത്തിലായാലും ശരി, റഷ്യയുടെ കാര്യത്തിലായാലും എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റൊന്ന്, ജനങ്ങൾക്കിടയിലുള്ള അസ്വസ്ഥതയും പ്രതിഷേധങ്ങളും എതിർപ്പുകളുമൊക്കെ ശക്തിപ്പെടുന്നുണ്ടൊരവസ്ഥയും കൂടിയുണ്ട്. റഷ്യ ആണെങ്കിൽ യുക്രൈൻ യുദ്ധത്തിൽ വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഒരു നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തൽക്കാലം ആരും സന്നദ്ധമല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. എന്നാൽ മത്സരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടാനായിട്ടും അവരുടെ താല്പര്യങ്ങളെ തടയാനായിട്ടൊക്കെ നീക്കങ്ങളൊക്കെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കാര്യങ്ങൾ. ഇനി നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, മോഡി സർക്കാരിൻ്റെ സംഘികളുടെ ഭരണത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന, അതിൻ്റെ നയതന്ത്രപരമായ ലോക തലത്തിലുള്ള നയതന്ത്രപരമായ സാന്നിധ്യം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുക. അതിലേറ്റവും വലിയൊരു അടി ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ കാര്യത്തിലാണ്. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രീയമായിട്ട്, ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു രാജ്യമായിട്ട് സ്ഥാപിച്ച് ലോകതലത്തിൽ ഒറ്റപ്പെടുത്താനായിട്ട് വലിയ തീവ്രമായൊരു ശ്രമം ഇന്ത്യൻ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് മോഡി സർക്കാരും കൂട്ടും. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധത്തിൽ സമാധാന കരാറുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ, മധ്യസ്ഥൻ്റെ പങ്ക്. അപ്പോൾ അങ്ങനെ പങ്ക് വഹിക്കുന്നൊരു രാജ്യത്തിനെ ആരാണ് ഭീകരവാദിയായിട്ട് വിശേഷിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ
മെല്ലെ ഇന്ത്യയെ ലോക രംഗത്ത് വിശ്വഗുരുവാണെന്നൊക്കെ അവകാശപ്പെടുന്നവനെ ഒരു മൂലയിലേക്ക് ഒതുക്കി മാറ്റിയിട്ട് അവരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ ലോകരംഗത്ത് വിശ്വഗുരുവായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, സമാധാന ഗുരുവായിട്ട്. അതൊരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഇറാനായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒലച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക, ഖമനേയിയുടെ അവരുടെ പരമോന്നത നേതാവായിരുന്ന ഖമനേയിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മോഡിയെ വ്യക്തിപരമായിട്ട് തന്നെ അവിടുത്തെ പ്രസിഡൻറ്റ് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ ആ ക്ഷണം നിരസിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവസാനം വളരെ അപ്രധാനമായ ചില വ്യക്തികൾ മാത്രമുള്ള ഒരു പ്രതിനിധി സംഘത്തെയാണ് ഇപ്പോൾ അങ്ങോട്ട് അയക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുക. അതായത് ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ താഴ്ത്തി കാണിക്കാനായിട്ടാണ് ഇന്ത്യൻ ഭരണാധികാരികൾ താല്പര്യപ്പെടുന്നത് എന്നുള്ള സന്ദേശം തന്നെയാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബാധിക്കാൻ പോകുന്നതിന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂഗോള രാഷ്ട്രീയത്തിൻ്റെ കോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറാനുമായിട്ടുള്ള അതിൻ്റെ സൗഹാർദ്ദ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ സൗഹാർദ്ദ ബന്ധങ്ങൾ ഒലച്ച് സംഭവിക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് തന്നെ അത് ഹനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സംഘികളുടെ സയനിസ്റ്റ് പ്രേമം, അമേരിക്കൻ സാമ്രാജ്യത്വ വിധേയത്വവും വല്ലാത്തൊരു മോശപ്പെട്ടൊരവസ്ഥയിലേക്കാണ് രാജ്യത്തിന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഒറ്റപ്പെടലിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ആകമൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. ഒന്ന് യുദ്ധത്തിൻ്റെ ഫലമായിട്ട്, ഒന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനുണ്ടായിട്ടുള്ള പരാജയം, അതിൻ്റെ ഒറ്റപ്പെടൽ. രണ്ട് സയനിസ്റ്റ് ഇസ്രായേലിനുണ്ടായിട്ടുള്ള തിരിച്ചടികളും അതിൻ്റെ ഒറ്റപ്പെടലും. അപ്പോൾ ചുരുക്കത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആകമൊത്തത്തിലുള്ള ഫലം എന്ന് പറയുമ്പോൾ അത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ചേരിയെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.